ഹോം കെയറിനെ കുറിച്ചിട്ട് ഞാനൊരു ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പലർക്കും പല ഡൗട്ടുകളാണ്. എനിക്കൊരു ഹ്യൂജ് റെസ്പോൺസ് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ ഞാൻ രാവിലെ എങ്ങാണ്ട പോസ്റ്റ് ചെയ്തത്, എനിക്കൊരു 100ൽ മേലെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. കുറെ പേർക്ക് പല ഡൗട്ടുകളും, പലരും പലതും പറയുന്നുണ്ട്. ആക്ച്വലി ഹോം കെയറിൽ ഞാൻ ഓൾറെഡി 2 ഇയർ വർക്ക് ചെയ്തതാണ്, ഡിഫറെന്റ് ഹോം കെയറുകളിൽ. അതും ഇവിടെയും അബുദാബിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തതായുള്ള ഒരു നേഴ്സാണ്. ആ ഒരു കോൺഫിഡന്റ് പുറത്താണ് ഞാൻ ആ ഒരു സേഫാന്ന് പറഞ്ഞിട്ടത്. പലരും പറയുന്നു സേഫ് അല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല. പിന്നെ കുറെ പേരുടെ എക്സ്പീരിയൻസ്, അതായത് അൺലൈസൻസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹോം കെയറിലൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് സാലറി കിട്ടുന്നില്ല, ഡ്യൂട്ടി അവേഴ്സ് മോർ ദാൻ 12 അവേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡ് ഓൺ വർക്ക് ലോഡ്, വർക്കിന് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ 12 അവേഴ്സിന് മേ ബി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അടുത്തൊരു നേഴ്സ് വന്ന് നമുക്ക് ഹാൻഡ് ഓവർ കാര്യങ്ങൾ എടുക്കുക, അങ്ങനെ അതിൻ്റെതായ ഒരു ഡ്യൂട്ടി അവേഴ്സും കാര്യങ്ങളും ഒക്കെ മാറ്റം ഉണ്ടാവും. പക്ഷേ പ്രോപ്പറായിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോം കെയറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 48 അവേഴ്സ് ഉള്ളൂ. മോർ ദാൻ 48 അവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് ഓഫായിട്ടാണ് കിട്ടിയത്, അലവൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, ഓഫായിട്ട് ആ ഒരു അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓഫായിട്ട് ഹാഫ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓഫായിരുന്നു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഏർലി ഗോയിങ്, ഇപ്പൊ ലെസ് ബുക്കിംഗ് അല്ലെങ്കിൽ ലെസ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് നേരത്തെ പോവാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേരുടെ ഡൗട്ടാണ് ഹോം കെയർ സേഫ് ആണെന്നുള്ളത്. 100% സേഫ് ആണ്. അത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോം കെയറിൽ കയറുവാണെങ്കിൽ 100% സേഫ് തന്നെയാണ്. അവിടെ ചെന്നിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചു, അവിടെ ചെന്ന് എല്ലാ ജോലിയും ചെയ്തു കൊടുക്കേണ്ടി വരും, വീട്ടു ജോലി ചെയ്യേണ്ടി വരും. ഒരിക്കലും ഇല്ല. നമ്മൾ ഒരിക്കലും പോയിട്ട് അവിടെ വീട്ടു ജോലിയോ കാര്യങ്ങളോ ഒന്നും അല്ല ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, അവർ പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളും തരുന്നു, ഇൻക്ലൂഡിങ് ട്രക്യോസ്റ്റമി പേഷ്യൻസ്, അതുപോലെ വെന്റിലേറ്റർ പേഷ്യൻസ്, അതുപോലെ തന്നെ ബൈപ്പാപ്പ് പേഷ്യൻസ്, പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ്, കിഡ്നി ഡയാലിസിസ് പോകുന്ന പേഷ്യൻസ്, അങ്ങനെ റിസ്ക് പേഷ്യൻസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ മുകളിൽ മാനേജർ, അതുപോലെ ഹെഡ് നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. ഞാൻ പറയുന്നത് പ്രോപ്പർ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല ഹോം കെയറിന്റെ കാര്യമാണ് പറയുന്നത്. അല്ലാണ്ട് ലൈസൻസ് ഇല്ലാത്ത ഹോം കെയറുകൾ കുറെ നടക്കുന്നുണ്ട്. അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പേഷ്യൻസിനെ എടുക്കുന്നു, എന്നിട്ട് പ്രോപ്പർ ഗൈഡ് ലൈനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാണ്ട് അങ്ങനെ ചെയ്യുന്ന കുറെ പേരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ സാലറി ഡിലേയും കാര്യങ്ങളും സാലറി കിട്ടാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറെ പേര് അതിൽ പോയി പെട്ട് വിസയും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആക്കി കൊടുക്കും. അന്നേരം പിന്നെ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവോ, വിസ ക്യാൻസൽ ആക്കാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ പേര് കോൺട്രാക്റ്റും ഓഫർ ലെറ്ററും ഒന്നും നോക്കാണ്ട് പോയി ചെന്ന് പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾ ലേബറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുക. കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മോർ ദാൻ 12 അവേഴ്സ് ആണ്, ചിലവർക്ക് ഓഫ് തന്നെ കൊടുക്കുന്നില്ല, ചിലർക്ക് സാലറി കിട്ടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഡ്യൂട്ടി എടുക്കാൻ ഒരാവശ്യമില്ല. നമുക്ക് ലേബറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾക്ക് ലേബറിലെ നമ്പർ വേണമെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ, ഞാൻ ലേബറിലെ നമ്പർ അയച്ചു തരാം. നിങ്ങൾക്ക് വിളിച്ച് സജഷൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്താൽ മതി ലേബറിലേക്ക്, എങ്ങനെയൊക്കെ എന്തൊക്കെയാന്നുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ഫുൾ എനിക്ക് അറിയത്തില്ല. നമുക്കൊരു ഇഷ്യൂസ് വന്നതിനെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ കംപ്ലൈന്റ് ചെയ്തിട്ട് പോയ ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടിയത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ജോലി സ്ഥലത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ആസ് പെർ നമ്മുടെ കോൺട്രാക്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്ത പോലെ ഒന്നും അല്ല ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് പോവാം. അതിന് യാതൊരു ചെലവോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് വരുന്നതോ ഒന്നും ഇല്ല കേട്ടോ. ആ ഒരു കമ്പനി ലൈസൻസ്ഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കെതിരെ DHA അല്ലെങ്കിൽ ഏതോ അതോറിറ്റിയുടെ അണ്ടറിലാണെങ്കിൽ അവർ ആക്ഷൻ എടുക്കും. അതിന്റെ രീതിക്ക് നടപടി എടുത്ത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് വരാനും പറ്റും, നമുക്ക് വേറെ ജോലി അന്വേഷിക്കാനും പറ്റും. അതുകൊണ്ട് നമുക്ക് ബാനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. പിന്നെ ഹോം കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, നമ്മൾ അവരെ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്ന ജോലിയാണ്. ഹോം കെയറിൽ പല കാറ്റഗറിയിലുള്ള ഹോം കെയറുകളുണ്ട്. ഒരു എന്താ വീട്ടിൽ പോയി അഡൾട്ട് കെയർ മാത്രം ചെയ്യുന്നതല്ല, അഡൾട്ട് കെയർ, പീഡിയാട്രിക് കെയർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്ന മാത്രമായിട്ടുള്ള ഹോം കെയറുകൾ ഉണ്ട്. അതിൽ 12 അവേഴ്സ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്, അധികം 12 അവേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിലയിടത്ത് 24 അവേഴ്സ് ഡ്യൂട്ടി വരുന്നത്, എസ്പെഷ്യലി അബുദാബി, അലൈൻ ആ ഭാഗത്തൊക്കെ 24 അവേഴ്സ് ഹോം കെയർ സർവീസുകളാണ് അധികം ഉള്ളത്. എന്താ വെച്ചാൽ പേഷ്യൻസിന്റെ വീട്ടിൽ പോയി നമ്മൾ താമസിക്കുന്നു. അങ്ങനെ താമസിക്കുമ്പോഴും സേഫ് തന്നെയാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. അക്കോമഡേഷനും ഫുഡെല്ലാം അവിടുന്ന് ആ വീട്ടുകാർ തന്നെ
തരുന്നത്. നമ്മൾ പേഷ്യൻസിന്റെ കാര്യം മാത്രം തോന്നുന്നുണ്ട്. അവിടെ ഓൾറെഡി കുറെ മേഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി ഈ അബുദാബി അലൈൻ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് അറബി, അതായത് ഇവിടുത്തെ ലോക്കൽ പേഷ്യൻസ് ആണ്. അവരുടെ അവിടെ മെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഏത് പേഷ്യൻസിനാണോ നോക്കാൻ പോകുന്നത് അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളും കൊടുക്കുന്നു. നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും അവിടെ എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. പിന്നെ നമ്മുടെ അല്ലാത്ത ഹോം കെയറുകൾ, അത് നമ്മുടെ വില്ലിംഗ് ആണ്. നമുക്കിപ്പോൾ 24 hours വില്ലിംഗ് ആണ്. അതാവും നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളോട് ചോദിക്കും, ഈ ഒരു ഡ്യൂട്ടി 24 hours ആണ്, നിങ്ങൾ വില്ലിംഗ് ആണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ട് അവര് എന്ത് ചെയ്തുള്ളൂ, ആ ജോലിയിൽ എടുക്കുള്ളൂ. നമുക്ക് വില്ലിംഗ് അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ പലരും അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് 24 hours ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇതാക്കും. എന്നിട്ട് അവർ 3 days, ചിലവരൊന്നും അവിടുന്ന് വരിക പോലില്ല, പെർമനന്റ് ആയിട്ട് അവിടെ തന്നെ. എന്താ വെച്ചാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടുന്നതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ കോസ്റ്റിൽ കിട്ടുന്ന സാലറി സേവിങ്സിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് വീട്ടിൽ തന്നെ നിന്ന് ചെയ്യുന്നവരുണ്ട്. അല്ല 12 hours ഉള്ളവര് വന്നിട്ട് ഷിഫ്റ്റ് മാറി അങ്ങനെ ചെയ്യുന്നതും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് പക്കായിട്ട് അവർ കറക്റ്റ് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം, ഡ്യൂട്ടി ഇങ്ങനെയാണോ, അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ തീർത്ത് പറയണം. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടാതിരുന്നിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ കയറി അങ്ങനത്തെ ജോലിയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഊരി വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ചാൽ വിസയും കാര്യങ്ങളെല്ലാം അടിച്ച് ചിലപ്പോൾ അവര് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വിത്തൗട്ട് കോൺട്രാക്ട് പീരീഡിൽ റെസിഗ്നേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കോസ്റ്റും കാര്യങ്ങളും പേയ്മെന്റ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കോസ്റ്റ് കാര്യങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് റെസിഗ്നേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും. എന്നിട്ട് വിസയും കാര്യങ്ങളും നമുക്ക് എന്താക്കാം, ക്യാൻസൽ ആക്കാം. പക്ഷെ അവർക്ക് അതിന് എമൗണ്ട് കൊടുക്കണം. പക്ഷെ എല്ലാവരും അവരുടെ അണ്ടറിൽ വിസ എടുത്ത് തരണം എന്നാണ്. ആരും അതുപോലെ നമ്മുടെ ലേബർ കോൺട്രാക്റ്റിൽ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യാറില്ല. പക്ഷെ ചില അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോം കെയറുകളൊക്കെ അങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കോൺട്രാക്റ്റും കാര്യങ്ങളും ഓഫർ ലെറ്ററിലെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനത്തെ ഹോം കെയറിലുള്ളൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ കുറെ അഡൾട്ട് ആൻഡ് പീഡിയാട്രിക് കെയർ, അഡൾട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പേഷ്യൻസുകൾ വരും. ചില സ്ഥലങ്ങളിൽ ഹോം കെയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പൊ അഡൾട്ട് പീഡിയാട്രിക് വരില്ല, ചില സമയങ്ങളിൽ വരും. അതായത് ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് ഇപ്പം 3 hours 7 hours അല്ലെങ്കിൽ 12, ചിലവർക്ക് 12 hours മൊത്തത്തിൽ വേണ്ടിവരും. അങ്ങനെ സംഭവങ്ങളും ഉണ്ട്. ചിലവർക്ക് പീഡിയാട്രിക് കെയർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, അപ്പൊ കൊച്ചിന്റെ കൂടെ നമുക്ക് ഒരു നേഴ്സിനെ വേണമെന്ന്, അത് ചിലപ്പോൾ ക്രിട്ടിക്കൽ കെയർ ഉള്ള പേഷ്യന്റ് ആയിരിക്കും, അപ്പം അവർക്കൊരു നേഴ്സിനെ കൂടെ വേണമായിരിക്കും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അവർ ഹോം കെയറിൽ ബുക്ക് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൊച്ചിന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണിക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്നവരാ. അപ്പൊ ചിലപ്പോൾ ഒരു 6 hours അല്ലെങ്കിൽ 7 hours ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുറെ ഹോം കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ടിന്റെ തന്നെ ചിലർക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ബിസി ആയിട്ട് വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരും നോക്കാനായിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ വരാൻ പറഞ്ഞ ഒരു മെയ്ഡ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഹോം കെയറിൽ ബുക്ക് ചെയ്യും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഇതാക്കാം. അല്ലാണ്ട് റെഗുലർ പേഷ്യൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് ഹോം കെയറിലും. റെഗുലർ ആയിട്ടുള്ള പേഷ്യൻസ് തന്നെ ആയിരിക്കും. പുതിയതായിട്ട് അങ്ങനെ അവർക്ക് കിട്ടുന്നത് റെയർ ആയിരിക്കും. ഓൾമോസ്റ്റ് റെഗുലർ പേഷ്യൻസിനെ തന്നെ ആയിരിക്കും ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോകുന്ന നേഴ്സ് നമുക്ക് ഹാൻഡ് ഓവറും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡലും കാര്യങ്ങളും തരും. നമ്മൾ ആ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളൂ. അല്ലാണ്ട് അവിടെ പോയി വീട്ടുജോലിയോ കാര്യങ്ങളോ ഒന്നും എടുത്തു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല നടക്കുന്നത്. അതെല്ലാം അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോം കെയർ ആണ്. അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലേബറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആരും അങ്ങനെ അവിടെ എവിടെയെങ്കിലൊക്കെ പോയി പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, സാലറി കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കളക്ഷൻ, ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ്, അതുപോലെ തന്നെ ഐ വി ഇഞ്ചക്ഷൻസുകൾ, ബ്ലഡ് കളക്ഷൻസുകൾ, അല്ലാണ്ട് ഹോം കെയറുകൾ, ഫസ്റ്റ് എയ്ഡ് കെയറുകൾ, അങ്ങനത്തെ ഹോം കെയറുകൾ മാത്രമായിട്ട്, അതായത് ബ്ലഡ് IV മാത്രം ഫോക്കസ് ചെയ്ത് നടത്തുന്ന കുറേ ഹോം കെയറുകളുണ്ട്. അങ്ങനത്തേലും ഞാൻ വർക്ക് ചെയ്തതാണ്. അതിന് നമുക്ക് ഡ്രൈവറും കാര്യം തരുന്നു, ഇഞ്ചക്ഷൻസ്, മരുന്നുകൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് തരുന്നു. നമുക്ക് അതിനും ട്രെയിനിങ്ങും കാര്യങ്ങളും. പിന്നെ നമ്മൾ ആദ്യത്തെ 3 month അല്ലെങ്കിൽ 6 month പ്രൊഫഷനിലാണ്. അപ്പൊ നമ്മൾ എടുത്തു ചാടി ഓരോന്നിൽ പെട്ടെന്ന് ഒറ്റയ്ക്കൊന്നും ഇടില്ല. നമുക്ക് വെല്ലാണ്. നമ്മൾ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഇടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അത്രയും പറ്റില്ലെങ്കിൽ അവർ ടെർമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങളെ പുതിയ സ്ഥലത്ത് കൊണ്ടിട്ട് ഒറ്റയ്ക്ക് ഇട്ട് ഇതാക്കൊന്നുമില്ല. എന്താ വെച്ചാൽ അത് അവരുടെ കമ്പനിയിലും കൂടി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾ അവിടെ പോയിട്ട് പ്രോപ്പറായിട്ട് കെയറോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അത് കമ്പനിക്ക് ഒരു ഇഷ്യൂസ് ആയിട്ട് വരും. അപ്പൊ കമ്പനി ലോസിലെ മീൻസ് അവർക്ക് കിട്ടുന്ന ഒരു ക്ലയന്റിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ലോസ് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങളെ കൊണ്ട് ഇടുവോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈനും കാര്യങ്ങളും ട്രെയിനിങ് എല്ലാം തന്നിട്ട് അങ്ങനത്തെ ഹോം കെയറിലൊക്കെ നേഴ്സസിനെ ഇടുള്ളൂ, ഒറ്റയ്ക്കും പേഷ്യൻസിനെ തരുള്ളൂ. ആദ്യത്തെ 3 മാസം പ്രൊഫഷണൽ പീരീഡ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങൾ വെല്ലാണ്, നിങ്ങൾ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഇതിലൊക്കെ വിടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ബ്ലഡ് കളക്ഷൻ കാര്യങ്ങൾ മാത്രമായിട്ട് ചെയ്യുന്ന ഹോം കെയറുകളുണ്ട്. അത് നമ്മൾ വീട്ടിൽ ചെല്ലുന്നു, അവരുടെ ബ്ലഡ് എടുക്കുന്നു, സാമ്പിൾ എടുക്കുന്നു, എടുത്തിട്ട് എന്നതൊക്കെ ബോട്ടിലാന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മുടെ ഓഫീസിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടുന്നു. ആ ട്യൂബുകളിലുള്ള ബ്ലഡ് എടുക്കുന്നു,
നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈനിൽ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലാബിലേക്ക് സെൻഡ് ചെയ്യുന്നു. അത് മാത്രമായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ 10 hours ഡ്യൂട്ടി അങ്ങനത്തെ ഹോം കെയറുകളും ഉണ്ട്. പിന്നെ ഇഞ്ചക്ഷൻസുകൾ മാത്രമായിട്ടുള്ളത്, അതായത് വീട്ടിൽ ചെന്നിട്ട് IV ഡ്രിപ്പുകൾ ഇട്ട് കൊടുക്കുക. അതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കോസ്മെറ്റിക് ഡ്രഗുകളായിരിക്കും. അതായത് സ്കിൻ വൈറ്റനിങ്, ഗ്ലൂട്ടത്തയോൺ, അതുപോലെ വൈറ്റമിൻ C, വൈറ്റമിൻ B12, അങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡ്രഗുകൾ നമ്മൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ കമ്പനിക്ക് ലൈസൻസും അതിന് ലൈസൻസ് ഡോക്ടറുടെ അണ്ടറിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോം കെയറുകൾക്ക് മാത്രമേ അങ്ങനത്തെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനും കാര്യങ്ങളും പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഹോം കെയർ ലൈസൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഹോം കെയറിലും DHA ഇൻസ്പെക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ പ്രോപ്പർ ആയിട്ട് ഒന്നും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ കമ്പനി DHA ലൈസൻസ് റദ്ദാക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഹോം കെയർ ചൂസ് ചെയ്യുമ്പോൾ നല്ല ലൈസൻസ്ഡ് ആയിട്ടുള്ളതല്ലേ. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, റിവ്യൂസും കാര്യങ്ങളെല്ലാം നല്ലതാണോ നോക്കുക, എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഓഫർ ലെറ്ററും അതുപോലെ തന്നെ ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോഴെല്ലാം നന്നായി വായിച്ചു നോക്കി ഇതാക്കിയതിന് ശേഷം സൈൻ ചെയ്യുക. അല്ലാണ്ട് എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാലറി കിട്ടില്ല, ചിലപ്പോൾ പല പണികളും ചെയ്യേണ്ടി വരും അവിടെ ചെന്നിട്ട് കേട്ടോ. അപ്പോൾ ഹോം കെയർ സേഫ് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. എനിക്കിതുവരെ ഹോം കെയറിൽ മുന്നേ വർക്ക് ചെയ്തിട്ട് എനിക്കിതുവരെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഈ പറഞ്ഞ പോലെ വീട്ടു ജോലി കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. പ്രോപ്പർ ആയിട്ട് ഞാൻ എൻ്റെ നേഴ്സിംഗ് ജോലി തന്നെ ചെയ്തിട്ടുള്ളത്. സാലറി ആണെങ്കിൽ എനിക്ക് പക്കായിട്ട് പേയ്മെന്റും കാര്യങ്ങളും WBC വഴിയുള്ള സാലറി തന്നെയാണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഈ 12 hours അങ്ങനെ ഡ്യൂട്ടി എടുത്താലും എനിക്ക് അതിന് പകരമായിട്ടുള്ള ഡേ ഓഫും കാര്യങ്ങളെല്ലാം കിട്ടിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹോം കെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, അവരെ വീട്ടിൽ പോയിട്ട് പേഷ്യന്റ്, അഡൾട്ട്, ചൈൽഡ് കെയർ കാര്യങ്ങൾ കൊടുക്കുന്നു. പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതാക്കുന്നു. അതിന് നമുക്ക് ഡോക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പേഷ്യൻസിന്റെ കണ്ടീഷനൊക്കെ ഡോക്ടറെ വിളിച്ച് പറയുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഡോക്ടറുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഓൾറെഡി നമ്മുടെ ഡോക്ടറുമായിട്ട് ഹോം കെയറിൽ ഉറപ്പായിട്ട് ഒരു ഡോക്ടർ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ടാവും ചില ഹോം കെയറുകൾ. ഇപ്പൊ ഡോക്ടർ എന്തുണ്ടെങ്കിലും നമുക്ക് ഡോക്ടറെ വിളിച്ച് ചോദിക്കാം, സജഷൻ എടുക്കാം, ഇതാക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് വേറെ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഒരു ബേർഡൻ ആയിട്ടുള്ള ഒരു സംഭവങ്ങളും അവിടെ നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ 2-3 വീഡിയോസ് ആയിട്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പോയി കാണാൻ. എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാട്ടോ, ഞാൻ അത് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും റിലേറ്റഡ് അറിയണമെങ്കിൽ ഉറപ്പായിട്ട് മെസ്സേജ് അയക്കാം. എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100-ൽ കൂടുതൽ മെസ്സേജുകൾ ഒരേപോലെ കുറേ ഡൗട്ടുകൾ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മച്ച് മോർ ഈസി ആയിട്ട് ഹോം കെയറിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് കേട്ടോ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കെയർ ഗീവറിനെ കുറിച്ചിട്ട്, ANM കഴിഞ്ഞവര്. ഇപ്പൊ ഖത്തർ അവിടെയൊക്കെ ANM കഴിഞ്ഞവർ കെയർ ഗീവർ ആയിട്ട് വർക്ക് ചെയ്യാം, പേഷ്യൻസിനെ മാത്രം നോക്കുന്ന അങ്ങനെയാണ്. പക്ഷെ UAE വരുമ്പോൾ കെയർ ഗീവർ എൻ്റയർലി ഡിഫറെന്റ് ആണ്. പേഷ്യൻസിനെ മാത്രമായിട്ട് നോക്കുന്ന കെയർ ഗീവറുകൾ ഉണ്ട്, പക്ഷെ അത് റെയർ ആയിട്ടുള്ളത്. അല്ലാണ്ടുള്ള കെയർ ഗീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയെടുക്കുന്ന കെയർ ഗീവർ ആട്ടോ. അതായത് ചിലപ്പോൾ വീട്ടു ജോലിയും കാര്യങ്ങളും അവർ പറയുന്ന പണിയൊക്കെ എടുക്കുന്ന കെയർ ഗീവർ ആയിരിക്കും. അവർക്ക് വിസയും കാര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ ബിക്കോസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ഒരു കെയർ ഗീവർ എന്ന് പറയുന്നത്. പക്ഷെ ഹോം കെയറിൽ കെയർ ഗീവർ ആയിട്ടുള്ള ജോലി അങ്ങനത്തെ സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാ ഹോം കെയറും എടുക്കുന്നില്ല. അല്ലാത്ത ചില ഹോം കെയറുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് വൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൺ എക്സ്പീരിയൻസ് ഉള്ളൂ. അതായത് ഈ കെയർ ഗീവർ ആയിട്ടുള്ള സംസാരിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളൂ. അല്ലാണ്ട് അത് എവിടെയൊക്കെ എടുക്കുന്നത് എന്തൊക്കെയെന്നുള്ളത് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അപ്പൊ കെയർ ഗീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത നേഴ്സസ്, അത് ഈ പറഞ്ഞ പോലെ എല്ലാ ജോലികളും എടുക്കേണ്ടി ചിലപ്പോൾ വരും അവർ പറയുന്ന പോലെ കേട്ടോ. അവർക്കും ഇതുപോലെ ഡ്യൂട്ടി അവേഴ്സും കാര്യങ്ങളൊക്കെ, ചിലർ ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ പോയി പേഷ്യന്റ് വീട്ടിൽ പോയി സ്റ്റേ ചെയ്യുന്ന ഇതാണ്. ഈ കെയർ ഗീവർ എല്ലാവരും തന്നെ അങ്ങനത്തെ ജോലികളാണ് ചെയ്യുന്നത്. പക്ഷെ അത് എല്ലാ ജോലിയും എടുക്കേണ്ടി വരും. അതിൽ യാതൊരു ഗ്യാരണ്ടിയോ ഒരു ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം.